നമസ്കാരം. അകാലനരയും താരണവും മാറാനും മുടി കൊഴിച്ചിൽ തടയാനുമുള്ള ഒരു എണ്ണ കാച്ചാനാണ് ഞാനിന്ന് പോകുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ നമ്മളുടെ മുറ്റത്തരികിലും പറമ്പിലും എല്ലാമായിട്ടുണ്ട്. അത് നമുക്ക് പറിച്ചെടുക്കാം. ഇതാണ് നമ്മൾ പറിച്ചെടുത്ത ചേരുവകൾ. കറിവേപ്പില കഴുകി വൃത്തിയാക്കാം. തുളസിയില, മൈലാഞ്ചിയില, ഇപ്പോൾ നമ്മളെല്ലാം കഴുകിയെടുത്തു. ഇപ്പോൾ നമ്മളെല്ലാ ചേരുവകളും കഴുകിയെടുത്തു. ഇനി നമുക്ക് തയ്യാറാക്കാൻ പോകാം. എണ്ണ കാച്ചുന്നതിന് ഞാൻ 1 ലിറ്റർ എണ്ണ അളന്നെടുക്കുക. നമ്മൾ വീട്ടിൽ എണ്ണ ആട്ടിയതുണ്ടായിരുന്നു, അതിൽ നിന്ന് 1 ലിറ്റർ എണ്ണ അളന്നെടുക്കുന്നു. ഓരോന്നും നമുക്ക് വൃത്തിയാക്കി എടുക്കാം. അതിൽ ചെമ്പരത്തി പൂവ് പുറകിലെ ഈ പച്ച കളർ മാറ്റി ഉള്ളിലെ പൂവിൻ്റെ തണ്ടും മുറിച്ച് വൃത്തിയാക്കി എടുക്കാം. ഇതിന് 1 ലിറ്റർ എണ്ണയ്ക്ക് കണക്കായിട്ട് നമ്മൾ 12 പൂവാണ് ഇടുന്നത്. ഇനി കയ്യന്യം സമൂലം പറിച്ചെടുത്തിട്ടുണ്ട്. വേരടക്കം നമുക്ക് നുറുക്കിയിടാം. പിന്നെ കയ്യന്യം എടുക്കുമ്പോൾ പൂവാകാത്തത് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. ഇതിപ്പോൾ കയ്യന്യം ഇവിടെ കിട്ടാൻ കുറവാണ്, അതുകൊണ്ട് കുറച്ച് പൂ വന്നതാണ് എടുത്തിരിക്കുന്നത്. ഏറ്റവും നല്ലത് പൂവില്ലാത്തതാണ്. മൈലാഞ്ചിയില ഊരിയെടുത്തത് കൊണ്ട് നമുക്കിത് തന്നെ ഇങ്ങനെ ഇടാം. ഏകദേശം കൈ ഒരു കണക്കായിട്ടാണ് നമ്മളിടുന്നത്. ഒന്നും വേറെ അളവ് പാത്രമൊന്നുമില്ല. അത് മൈലാഞ്ചി ഇട്ടു. ഇനി കറിവേപ്പിലയും 1 ലിറ്റർ എണ്ണയ്ക്ക് കണക്കായിട്ട് ഉള്ള നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ തണ്ടൂരി അതിനകത്തിടണം. കരിന്തുളസി ഇല്ലെങ്കിൽ വെള്ള തുളസി ആയാലും കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മൾ
വീട്ടിൽ നമുക്ക് വേണ്ടി തന്നെ തയ്യാറാക്കുന്നതാണ്. ഇനി കറ്റാർ വാഴക്കുള്ള ഒന്നിച്ചിങ്ങനെ എടുക്കാൻ ആവശ്യമാണെങ്കിൽ പീസ് പീസാക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഈ ദശ മാത്രം മതി. ഇത് നമ്മൾ അരച്ചെടുക്കാൻ പോവുകയാണ്. നന്നായി അരയ്ക്കണം. ഇത് അരയാൻ വേണ്ടി ചിലത് ഇങ്ങനെ കുഴഞ്ഞ് കളിക്കുകയുള്ളൂ. അരയാൻ വേണ്ടി കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൂട്ട് തയ്യാറായി. നമുക്ക് എണ്ണ തയ്യാറാക്കാം. അതിനുവേണ്ടി വിറകടുപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വിറകടുപ്പിലേക്ക് ഉരുളി വെച്ച് ഉരുളി ചൂടാവട്ടെ. ഉരുളി നല്ല ചൂടായിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒരുവിധം ചൂടായി വരുമ്പോൾ ചേരുവകൾ അങ്ങോട്ട് ഒഴിക്കാം. നന്നായി എണ്ണ തളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചേരുവകൾ അതിനകത്ത് ഒഴിക്കാം. വെള്ളമുള്ളത് കൊണ്ട് മുഖത്തേക്കൊന്നും ഇത് കഴിക്കാതെ നോക്കണം. തിളച്ച എണ്ണ ആയതുകൊണ്ട് കയ്യിലേക്കൊന്നും എണ്ണ തെറിക്കാതെ നോക്കണം. കുറച്ച് നേരത്തേക്ക് പിന്നെ പ്രശ്നമില്ല. പിന്നെ മൂപ്പാവുന്നത് വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. തീ കൂടുതലാണെങ്കിൽ കുറച്ച് നമുക്ക് കുറയ്ക്കാം. നിർത്താതെ ഇളക്കുകയും വേണ്ട. എണ്ണയുടെ മൂപ്പിലാണ് കാര്യം. എണ്ണ മൂത്ത് പോയാൽ നമുക്ക് അനുകൂലമായ രീതിയിൽ ആയിരിക്കില്ല ഫലം കിട്ടുക. മുടി ചിലപ്പോൾ കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് മൂപ്പ് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതിൻ്റെ കട്ടൻ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഏകദേശം 10 കുരുമുളക് നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇടും. അതിനുശേഷം ഒരു നിലവിളക്കിൻ്റെ എല്ല് കത്തിക്കുന്ന പോലെ ഒരു തിരിയാക്കിയിട്ട് നിലവിളക്ക് കത്തിക്കുന്ന പോലെ ഒരു തിരിയാക്കിയിട്ട് നമ്മളിത് എണ്ണയിലിങ്ങനെ മുക്കി കത്തിച്ച് നോക്കണം. അടുപ്പിൽ തന്നെ നമുക്ക് കത്തിച്ച് നോക്കാം. തിരി നന്നായിട്ട് എണ്ണയില്ലാണ്ട് പൊട്ടാണ്ട് കത്തുന്നുണ്ട്. ഇതാണ് അതിൻ്റെ പരുവം. ഇനി നമുക്ക് എണ്ണ ഇത് ഉരുളിയിലായതുകൊണ്ട് വാങ്ങിയിട്ട് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. തീ കുറയ്ക്കാം. ഇപ്പം എണ്ണ പരുവമായിട്ടുണ്ട്. ഉരുളിയിലായതുകൊണ്ട് മൂത്ത് പോകും. നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം.
ഇതുപോലെ കക്കാൻ മണൽ പരുവമാകണം. അതായത് ഒരു മണൽ കയ്യിലെടുത്ത് നമ്മൾ തിരിച്ചാൽ പൊടിയിലല്ല, അതുപോലെ പരുവായിരിക്കണം. എണ്ണ ചൂടാറിയതിന് ശേഷം നമുക്ക് ചെറിയ വെള്ള തുണിയിലേക്ക് അരിച്ചെടുക്കാം. നല്ലവണ്ണം എണ്ണ തണുത്തതിന് ശേഷം ഉപയോഗിക്കാം. ജലദോഷം, കഫക്കെട്ട് ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർ എണ്ണ തേച്ചിട്ട് 10 മിനിറ്റ് നിൽക്കണമെന്നില്ല. നമ്മളെ സൗകര്യത്തിന് 5 മിനിറ്റോ എത്ര നേരം വേണമെങ്കിലും നിന്നാൽ മതി. അല്ലാത്ത വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തവർ 10 മിനിറ്റ് വരെ നിൽക്കാം. അതിനുശേഷം കഴുകിക്കളയാം. അപ്പോൾ നമ്മൾ എണ്ണ തയ്യാറാക്കി കഴിഞ്ഞു. എണ്ണ തയ്യാറാക്കുന്ന വിധം വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ നമസ്കാരം.